മനുഷ്യർ മറ്റ് ജീവജാലങ്ങളെ അപേക്ഷിച്ച് വലിയ സംഭവങ്ങളാണ് എന്ന് സ്വയം പറയാറുണ്ട് അല്ലെ? എന്നാൽ നമ്മുടെ അത്ര വലിപ്പമില്ലാത്ത പല ജീവികളും കാട്ടുന്ന അഭ്യാസങ്ങൾ കണ്ടാൽ നമ്മൾ മനുഷ്യർ അത്ര നിസ്സാരരാണെന്ന് തോന്നിപ്പോകും. അത്തരമൊരു പ്രതിഭയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. പ്രതിഭയല്ല, പ്രതിഭാസമാണിവൻ എന്ന് ഈ മുഴുവൻ കഥയും കേൾക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞു പോകും. വെറും 5 ഗ്രാമിൽ താഴെ ഭാരമുള്ള ഇത്തിരി കുഞ്ഞൻ പക്ഷിയായ ഹമ്മിങ് ബേർഡുകളുടെ അടുത്തേക്കാണ് ഞാൻ ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ലോകത്തിലെ ഏറ്റവും ചെറിയ പക്ഷികളിൽ ഉൾപ്പെടുന്ന കുടുംബമാണ് ഹമ്മിങ് ബേർഡുകൾ കേട്ടോ. തിളക്കമേറിയതും നിറമുള്ളതുമാണ് ഇവയുടെ തൂവലുകൾ. തൂവലുകളുടെ പ്രത്യേകത കാരണം ഇവയെ പറക്കുന്ന രത്നങ്ങൾ എന്നും അറിയപ്പെടാറുണ്ട്. ട്രോച്ചിലിഡെ എന്ന പക്ഷി കുടുംബത്തിൽപ്പെട്ടവയാണ് ഹമ്മിങ് ബേർഡുകൾ. ഇവയിലെ 300 സ്പീഷീസുകൾ അമേരിക്കയിൽ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. എന്താണ് ഈ ഇത്തിരി കുഞ്ഞൻ പക്ഷികളുടെ പ്രത്യേകത എന്നല്ലേ? പിന്നോട്ട് പറക്കാൻ കഴിവുള്ള ഏക പക്ഷിയാണ് ഹമ്മിങ് ബേർഡുകൾ. ചിറകുകളുടെ പ്രത്യേക ഘടനയും ശക്തമായ പേശികളുമാണ് ഇവയെ ഇതിന് അനുവദിക്കുന്നത്. അതിനാൽ തന്നെ പക്ഷി ലോകത്തെ അർണോഡ് ശ്വാസിനീഗർ എന്നും ഹമ്മിങ് ബേർഡുകളെ വിശേഷിപ്പിക്കാറുണ്ട്. ഒരു സെക്കൻഡിൽ 50 മുതൽ 80 തവണ വരെയൊക്കെ ചിറകടിക്കാൻ ഹമ്മിങ് ബേർഡുകൾക്ക് സാധിക്കും കേട്ടോ. ചെറിയ പക്ഷികളാണെങ്കിലും അതിവേഗത്തിൽ സഞ്ചരിക്കാനുള്ള ഇവയുടെ കഴിവ് ഇരകൾക്ക് വളരെ അപകടമുണ്ടാക്കുന്നതാണ്. റൂബി ത്രോട്ടസ് ഹമ്മിങ് ബേർഡുകളെ പോലുള്ള പക്ഷികൾ മധ്യ അമേരിക്ക മുതൽ വടക്കേ അമേരിക്ക വരെ കുടിയേറ്റ പറക്കലുകൾ നടത്താറുണ്ട്. മെക്സിക്കോ ഉൾക്കടൽ ഒറ്റ പറക്കൽ മറികടന്നാണ് ഇവയുടെ പോക്ക്. എന്തുവെച്ചാൽ ഇടവേളകളില്ലാതെ വിശ്രമമില്ലാതെ മെക്സിക്കോ കടലിടുക്ക് മറികടക്കാൻ ഇവറ്റകൾക്ക് ഒരു പ്രയാസവുമില്ല. വെറും 100 മീറ്റർ ഒന്ന് ഓടിയാൽ അരമണിക്കൂറിരുന്ന് കിതയ്ക്കുന്നവരാണ് നമ്മൾ എന്ന് ഓർക്കണം. എന്നിട്ടും നമ്മൾ സ്വയം പറയുന്നത് മനുഷ്യനാണ് ദൈവത്തിന്റെ ഏറ്റവും മനോഹരമായ സൃഷ്ടിയെന്നാണ് എന്നത് മാത്രമാണ് ഒരാശ്വാസം അല്ലെ? ഇവിടം കൊണ്ട് തീരുന്നില്ല ഹമ്മിങ് ബേർഡുകളുടെ പ്രത്യേകത. ഇവറ്റകൾ നല്ല ഒന്നാന്തരം എഞ്ചിനീയർമാരാണ്. സ്വന്തം കൂട് മാത്രമേ നിർമ്മിക്കൂ എന്ന് മാത്രം. ചെറിയ കപ്പിന്റെ രൂപത്തിലുള്ള കൂടുകളാണ് ഇവ നിർമ്മിക്കുന്നത്. അതിൽ ചെറിയ മുട്ടകളിടും. പെൺപക്ഷികൾ മുട്ടയിട്ട് അടയിരിക്കും. മുട്ടകൾ വിരിയുകയും ചെയ്യും. കാലാവസ്ഥാ വ്യതിയാനം, പാർപ്പിട നാശം, ഭക്ഷണത്തിനായുള്ള കിടമത്സരം തുടങ്ങിയവ ഹമ്മിങ് ബേർഡുകൾ നേരിടുന്ന വലിയ വെല്ലുവിളികളാണ്. തങ്ങളുടെ അധീനതയിലുള്ള മേഖലകളിലേക്ക് മറ്റ് ഹമ്മിങ് ബേർഡുകളോ പക്ഷികളോ കടന്നു കയറിയാൽ വഴക്കുണ്ടാക്കുന്നതിനും വേണമെങ്കിൽ ഒരു യുദ്ധത്തിനും തയ്യാറെടുക്കുന്നതിന് ഹമ്മിങ് ബേർഡുകൾക്ക് യാതൊരു മടിയുമില്ല. നമുക്ക് ഈ ഇത്തിരി കുഞ്ഞൻ പക്ഷികളുടെ ആഹാരം എന്താണെന്ന് നോക്കാം. തേനാണ് ഹമ്മിങ് ബേർഡുകൾ പ്രധാനമായും ഭക്ഷിക്കുന്നത്. നീണ്ട തങ്ങളുടെ കൊക്കുകളും നാക്കും ഉപയോഗിച്ചാണ് ഇവ അത് വലിച്ചെടുക്കുന്നത്. തങ്ങളുടെ ഭാരത്തിന്റെ പകുതിയോളം ഭാരത്തിലുള്ള തേൻ അകത്താക്കാൻ ഹമ്മിങ് ബേർഡുകൾക്ക് കഴിയും. തേനിനു പുറമെ ചെറിയ പ്രാണികൾ, ചിലന്തികൾ തുടങ്ങിയവയൊക്കെ ഇവ ഭക്ഷിക്കാറുണ്ട്. മഴക്കാടുകൾ മുതൽ മലമ്പ്രദേശങ്ങൾ വരെയുള്ള മേഖലകളിൽ ഈ പക്ഷികൾ അധിവസിക്കുന്നുണ്ട്. ഇണചേരുന്ന സമയത്ത് ഹമ്മിങ് ബേർഡുകൾ മനോഹരമായ നൃത്തപ്രകടനം നടത്തുന്നതും ഇവയുടെ മറ്റൊരു പ്രത്യേകതയാണ്.